നഗരസഭയിൽ BJP പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ഇപ്പോൾ പോലീസും എത്തിയിട്ടുണ്ട്. തീർച്ചയായും 50-ാം വാർഡിലെ സ്ഥാനാർത്ഥി രമേശ് കെയുടെ വീട്ടിൽ എത്തി BJP നേതാക്കൾ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകിയെന്നതാണ് പരാതി. വിവരങ്ങൾക്കായി സാജിദ് അജ്മലിലേക്ക് പോകാം. സാജിദ്, നേരത്തെ VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലായി പരാതിയുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി പോലീസ് അടക്കം എത്തിയിരിക്കുന്നു. ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? എന്താണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ? ജിൽസി സൈഫുദ്ദീൻ ഇന്നലെ രാത്രി തന്നെ പോലീസ് സംഘം എത്തിയിരുന്നു. ഇവരുടെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് ഈ BJPക്ക് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ കാവൽ ഇന്നലെ രാത്രി രമേശിന്റെ വീട്ടിൽ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ രമേശിന്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കമുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ 3 പേരാണ് ആദ്യം വന്നത്. ഒരു 9:45 ആകുമ്പോൾ. ആ സമയത്ത് വന്നിട്ട് രമേശ് ഇല്ലേന്ന് ചോദിച്ചു. ഏട്ടൻ പുറത്തായിരുന്നു. പുറത്ത് പോയിട്ട് ഞാൻ 2-3 വട്ടം വിളിച്ചപ്പോൾ പുറത്താണ്. ഇവിടെ രാത്രിയിൽ അന്വേഷിച്ച് വന്നപ്പോൾ പേടിയല്ലേ. അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത് കൊണ്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് നമ്പർ വാങ്ങിച്ചു. എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. ഇറങ്ങിപ്പോകുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പോയി. എന്താ പറഞ്ഞത്? അതായത് സ്ഥാനാർത്ഥിയല്ലേ, അതായത് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷമാണ് ഇവിടുത്തെ കൗൺസിലറും വേറെ ഗണേഷ് പറഞ്ഞ ആളും വന്നിട്ട് അതായത് ഒന്ന് CPM-കാർ പിന്മാറി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരും കൂടെ ഒന്ന് പിന്മാറിയാൽ നിങ്ങൾ സംസാരിച്ചിട്ട് ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു. അതായത് രമേശിനോട് നിങ്ങളോട് സംസാരിക്കാനാ പറഞ്ഞത്? എന്നോട് സംസാരിച്ചിട്ട് എൻ്റെ അടുത്തൊന്ന് വിളിക്കാൻ പറഞ്ഞു കൗൺസിലർ. അപ്പം ആ കൂടെ വന്നവർ പറഞ്ഞു എന്തെങ്കിലും സഹായം ചെയ്യാം അങ്ങനെ പറഞ്ഞു. പണം വേണമെങ്കിൽ നൽകാന്ന്. സാമ്പത്തികമായിട്ടെന്നാ പറഞ്ഞു. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യാന്നാ പറഞ്ഞു. നിങ്ങളെന്ത് പറഞ്ഞു? ഞാൻ അതായത് ഏട്ടൻ്റെ അടുത്ത് സംസാരിക്കണം, നമുക്ക് അറിയില്ലല്ലോ എന്താന്നുള്ളത്, അവര് ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് വിളിക്കുക ചേച്ചി, ഞാൻ കുട്ടി താഴെ കിടക്കാണ്, ഒന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് ശരി പറഞ്ഞിട്ട് പറഞ്ഞു. അത് 2 തവണയായിട്ടാണ് ആളുകൾ വന്നത്. ആദ്യം 3 പേരെ വന്നത്. മുൻ കൗൺസിലർ മൂത്താന്തറിയത്തെ BJP സ്ഥാനാർത്ഥി. പിന്നെ അവര് പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഇവര് വന്നത്. ഈ സ്ഥാനാർത്ഥിയെയും കുടുംബത്തെയൊക്കെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ് BJPയുടെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. പിന്നെയും അവർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നത്? സാധാരണ BJPക്കാർ പറയാറുണ്ട് അവർ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ജയിക്കുന്ന വാർഡുകളാണ് ഇത്തരം വാർഡുകളെന്ന്. ആ വാർഡുകളിൽ പോലും BJPക്ക് ആത്മവിശ്വാസമില്ലാത്തതിൻ്റെ തെളിവാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മാത്രമേ മത്സരിക്കുന്നുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് ജയിക്കാം. പക്ഷെ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന് അവർക്ക് ഏറ്റവും ഷുവറാണെന്ന് അവർ പറയുന്ന സീറ്റിൽ പോലും ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയാണ് പാലക്കാടുള്ളത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എതിർ സ്ഥാനാർത്ഥി നേരിട്ട് ശ്രമം നടത്തുക. ഇപ്പോൾ ബഹുമാനനായ പാലക്കാടിൻ്റെ MP ശ്രീ VK ശ്രീകണ്ഠൻ ആ ആൾ നേരിട്ട് വിളിക്കുമ്പോൾ അയാൾ പറയുന്നത് പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചതാണെന്നാണ്. അപ്പോൾ BJPയുടെ വാൽവുകളിൽ കൃത്യമായി ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ആ ബ്ലോക്കുകൾ പരിഹരിക്കാനുള്ള പ്ലംബിംഗ് വർക്കൊന്നും ഇത്തവണ വിലപ്പോകില്ല. ഇത്തവണ ഒരു തർക്കവും വേണ്ട. പാലക്കാട് നഗരസഭയിൽ UDFന് അനുകൂലമായി ഉണ്ടാകുന്ന വേവ്, ആ വേവിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എംപിയോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാൻ പറ്റാതെ വരുമ്പോഴാണ് അവർ പറയുന്നത് പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചാണെന്ന്. പാതിരാത്രി ആളെയും കൂട്ടി വന്നിട്ടാണോ പ്ലംബിങ്ങിന് വിളിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ സ്ഥാനാർത്ഥിയെ കൃത്യമായി ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമൊക്കെ പിന്മാറ്റാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ്. അത് മറ്റു പാർട്ടികളോട് മതി. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അങ്ങനെ പണം കൊടുക്കാമെന്ന് പറഞ്ഞാലോ ഭീഷണിപ്പെടുത്തിയാലോ ഒന്നും പിന്മാറുന്ന സ്ഥാനാർത്ഥികളല്ല. ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ തന്നെ എല്ലാവരും ഇടപെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി വളരെ സ്ട്രോങ് ആയി തന്നെ ഫീൽഡിലുണ്ടാകും. BJPയുടെ ഭയം, അവരുടെ ഏറ്റവും വലിയ കോട്ടകളിൽ പോലും BJPക്ക് ഭയമാണ് എന്നുള്ളത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇത്തവണ മുനിസിപ്പാലിറ്റി ഞങ്ങൾ തിരിച്ചു പിടിക്കും. വാർഡ് ഉൾപ്പെടെ മറ്റേ കോൺഗ്രസിന് കിട്ടുമോ? തീർച്ചയായിട്ടും. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ജയിക്കുന്നതാണ് എന്ന് പറയുന്ന വാർഡിൽ, ആ വാർഡിൽ സ്ഥാനാർത്ഥിയെ പിന്മാറ്റാനുള്ള ശ്രമം അവർക്ക് പാർട്ടി കൗൺസിലർ, മുൻ കൗൺസിലർ, നേതാക്കന്മാർ, വാർഡിൽ മത്സരിക്കുന്ന ആളുകൾക്കെല്ലാം കൂടെ ചേർന്ന് നടത്തേണ്ടി വരുന്നുണ്ട് എങ്കിൽ എത്രമാത്രം സമ്മർദ്ദത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതെങ്കിലും BJPക്കാരെ മറ്റേ നിങ്ങൾ ഫോണിൽ എന്തെങ്കിലും വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചു, സുനിലിനെ വിളിച്ചു. ഞാൻ DCC ഓഫീസിൽ എത്തി കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു. അപ്പോൾ സുനിലാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സുനിലിനെ വിളിച്ചപ്പോൾ സുനിൽ പറഞ്ഞത് എന്താ അറിയോ, ഞാൻ ആദ്യം പറഞ്ഞു ഇല്ലല്ലോ ഞാനൊന്നും വിളിച്ചില്ല.
ഞാൻ പറഞ്ഞു രമേശ് 50-ാം വാർഡിലെ സ്ഥാനാർത്ഥി നിങ്ങൾ വീട്ടിൽ പോയല്ലോ, അമ്മ പറഞ്ഞല്ലോ പോയി എന്ന് പറഞ്ഞു. അവർ ഉടനെ പറഞ്ഞു ഞാൻ പ്ലംബിങ്ങിൻ്റെ കുറച്ച് വർക്കുണ്ട്. അപ്പം അയാൾക്ക് അറിയില്ല, ഇയാളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഇയാളെ നേരിട്ട് അറിയില്ല. ഇയാൾ ഇലക്ട്രീഷ്യനാണ്, ഇലക്ട്രീഷ്യൻ പ്ലംബിംഗ് പണി നടത്തില്ലോ. അപ്പോൾ എനിക്കും അപ്പോൾ അറിയില്ലായിരുന്നു സത്യത്തിൽ. ഞാൻ പ്ലംബിംഗ് പണി വെച്ചാൽ ഈ രാത്രി ആളെ കൂട്ടി പോയിട്ടാണോ ചോദിക്കേണ്ടത് ചോദിച്ചു. അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള ശ്രമത്തിലല്ലേ, ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണല്ലോ അയാൾ, ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ. നിങ്ങളുടെ ആരെങ്കിലും സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ഒന്ന് സമീപിക്കുന്നുണ്ടോ? അത് തെറ്റായ രീതിയല്ലേ, നിയമവിരുദ്ധല്ലേ, ചെയ്യാൻ പാടും വെച്ചപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലേ, ഒന്ന് കണ്ട് സംസാരിക്കണമെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ സംസാരം ഇതിനു വേണ്ടിയിട്ടല്ലേ, നിങ്ങളുടെ ജയലക്ഷ്മി പോയിട്ട് പിൻവലിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. പിൻവലിച്ച് അവർ ഏകപക്ഷമായിട്ട് ജയിക്കും, അതുകൊണ്ട് സഹായിക്കണം, ധനസഹായം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു. അതൊക്കെ അറിയില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു സുനിലെ, പ്ലംബിങ്ങിൻ്റെ പണി വെച്ചാൽ രമേശ് ഇപ്പം എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം, എവിടെയുള്ള വെച്ചാൽ പറഞ്ഞാൽ മതി, എന്ത് പ്ലംബിംഗ് വർക്കാണെങ്കിലും നമ്മൾ ഏറ്റെടുക്കാം. അയ്യോ MP ഒന്നും വരണ്ട പറഞ്ഞു. ഞാൻ പറഞ്ഞു MP അല്ല, നിങ്ങളെപ്പോലൊരു സാധാരണ ആളാണ് ഞാൻ, ആവശ്യമായ പ്ലംബിങ്ങോ ഇലക്ട്രിഫിക്കേഷനോ ഒക്കെ നമുക്ക് നടത്താം, ഒന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിയമവിരുദ്ധമാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ട അതിൻ്റെ ദൂഷ്യം അറിയാലോ വെച്ചു. എനിക്കറിയാം, ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ആണ് ഈ നിയമപരമായി തന്നെ പോകാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് കേസ് എന്നതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. VK ശ്രീകണ്ഠൻ MP, അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇത് സംഭവിച്ചത്. പോലീസ് കാവലിലാണ് രമേശും കുടുംബവും ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. പോലീസ് ഈ രമേശിൽ നിന്നും കുടുംബത്തിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.